ബഹുമാന്യരായ മാതാപിതാക്കളും സഹോദരങ്ങളും ആയുള്ള അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവഴുത്തിലെ ചില വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പറയുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഭവനങ്ങളിൽ അത് നിങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം വലിയ അനുഗ്രഹമായി തീരട്ടെ. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. കാരണം നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ സമാധാനം എങ്ങും തന്നെയില്ല. സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യൻ അതിലേക്ക് അടുത്തു ചെല്ലുവാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് രണ്ടും അവരെ വിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെ ഈ അന്ത്യനാളിന്റെ ലക്ഷണങ്ങളാണ്. ഈ നാളുകളെ നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഈ ലോക ജീവിതം കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു ജീവിതം കൂടി ഉണ്ട്. അത് ദൈവത്തോടു കൂടി നിത്യതയിലുള്ള വാസം തന്നെ ആണ്. ആ നിത്യതയിലുള്ള വാസം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്നാമത് നാം വിശുദ്ധരായിരിക്കണം. ദൈവം വിശുദ്ധനാണ്. അപ്പോൾ ദൈവത്തിന്റെ കൂടെ നാം വസിക്കണമെങ്കിൽ ദൈവത്തെ പോലെ നമ്മൾ വിശുദ്ധരായിരിക്കണം. അപ്പോൾ നമ്മുടെ ആത്മാവ് അശുദ്ധമായത് കാരണമാണ് ദൈവമായ കർത്താവ് കാൽവരിയിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി താൻ വീണ്ടും വരും. ഈ രണ്ടാമത് വരുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്ത് കൊണ്ടുപോകുവാണ്. അപ്പോൾ ആ വരവിന് വേണ്ടിയാണ് നാം ഒരുങ്ങിയിരിക്കേണ്ടത്. ഇപ്പോൾ മുടിയനായ പുത്രന്റെ ഒരു കഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു. ഇളയ മകൻ തന്റെ സമ്പത്തിന്റെ അപ്പനുണ്ടായിരുന്ന സമ്പത്തിന്റെ ഓഹരി മുഴുവൻ അവൻ വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. കാരണം അവൻ നശിച്ചു പോകുവാൻ തുടങ്ങുന്ന ഒരു മനുഷ്യനെ പറ്റി ഇവിടെ കാണിക്കുക. തനിച്ച് ജീവിക്കുക. ഈ തനിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആരും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ദൈവവുമായി അവൻ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. ബൈബിൾ പറയും. അപ്പോൾ അവൻ ധനമെല്ലാം കൊണ്ടുപോയി. ആ ധനം മുഴുവൻ പെട്ടെന്ന് തീർന്നുപോയി. ഈ ലോകത്തെ സുഖം അനുഭവിച്ചു വരുമ്പോൾ നമ്മളുടെ കയ്യിൽ എത്രയുണ്ടെങ്കിലും തികയാതെ വരും. അതെല്ലാം നശിച്ചു പോകും. അത് ഈ ലോകത്തിന്റെ ധനം ഈ ലോകത്ത് നശിച്ചു പോകും എന്നുള്ളതാണ് കാണിക്കുന്നത്. അടുത്തതായി അവൻ ധനമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവന്റെ അപ്പന്റെ വീടിനെ കുറിച്ച് അവൻ ഓർത്തു. അപ്പന്റെ വീട്ടിൽ സുഖമാണ്, സന്തോഷമാണ്, സമാധാനമാണ്. അപ്പോഴാണ് അവൻ ഓർക്കുന്നതും അവൻ അപ്പന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. ഇതിവിടെ ആത്മീയമായി നമ്മൾ കാണുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, അപ്പന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്ന മകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ് ഒരു മനുഷ്യൻ. ഇതുവരെ ദൈവത്തെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ദൈവത്തെ ഉപേക്ഷിച്ച് ജീവിച്ചു. അതിന് കാരണം ഈ ലോകത്തിന്റെ സമ്പത്ത് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഈ ലോകത്തിന്റെ സമ്പത്ത് നശിച്ചു പോകുന്നതാണ്. അത് നശിച്ചു പോയപ്പോഴാണ് അവൻ ദൈവത്തെ ഓർക്കുന്നത്. അപ്പോൾ അവൻ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരികയും ദൈവഭവനത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന സന്തോഷം കണ്ട് അതവൻ അനുഭവിക്കുവാനും ഇടയായി തീർന്നതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവവുമായി നമുക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ അതിലും വലിയൊരു സന്തോഷം നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കുവാനില്ല. ആ സന്തോഷമോ അല്ലെങ്കിൽ ആ സമാധാനമോ ആ രക്ഷയോ ഈ ലോകം നമുക്ക് നൽകുകയില്ല. അത് നൽകുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജീവനെ തന്നെ നമുക്ക് വിലയായി തന്നത്. അതാണ് നാം തിരിച്ചറിയേണ്ടത് എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. തിരുവചനത്തിൽ നിന്നും 2 വാക്യങ്ങൾ മാത്രം പറയട്ടെ.
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-15 വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. അപ്പോൾ ബെഥസ്ദാ കുളത്തിന്റെ കരയിൽ 38 വർഷമായി തളർവാദ രോഗിയായി കിടന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ രക്ഷിക്കുവാൻ ആരും ആ മനുഷ്യന്റെ അടുത്ത് വന്നില്ല, ആരും സഹായിച്ചുമില്ല. കാരണം ബെഥസ്ദാ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ ദൂതൻ ആ കുളത്തിലെ വെള്ളം നിറക്കുമ്പോൾ ആദ്യം ആ കുളത്തിൽ ആരിറങ്ങുന്നുവോ അവർക്ക് ഏത് വ്യാധിയോ ഏത് അസുഖമാണെങ്കിലും അതവർക്ക് സൗഖ്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണ ഒരു തളർവാദ രോഗിയെ സംബന്ധിച്ചിടത്തോളം, ഒരു തളർവാദ രോഗിക്ക് അവൻ കിടക്കുന്ന കിടക്കയിൽ നിന്ന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ മറ്റൊരാളിന്റെ സഹായം വേണം. അങ്ങനെ സഹായിക്കുവാൻ ആരുമില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലാണ് നാം കിടക്കുന്നതെന്ന് നോക്കണം. ഏതിനാലാണ് നാം തളർന്നുപോയത്? ശത്രുവിന്റെ ഏത് ബന്ധനത്തിലാണ് നാം കിടക്കുന്നത്? ശത്രു നമ്മളെ എപ്രകാരമാണ് ബന്ധിച്ചിരിക്കുന്നത്? ആ ബന്ധനത്തിൽ നിന്ന് നമുക്ക് സ്വയം മുക്തനാകുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ രോഗി. മറ്റുള്ളവർക്ക് കഴിയുകയുമില്ല അവനെ രക്ഷിക്കുവാൻ. അപ്പോഴാണ് യേശു അവന്റെ അടുത്ത് വന്ന്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവനോട് പറഞ്ഞു, എങ്കിൽ നീ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അങ്ങനെ 4 ദശാബ്ദത്തിൽ ആദ്യമായി ആ മനുഷ്യൻ തന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടന്നുപോയി. അതുവരെ തളർന്നു കിടന്ന മനുഷ്യനായിരുന്നു. ആ മനുഷ്യനാണ് ഇപ്പോൾ യഹൂദന്മാരോട് പറഞ്ഞത്, യേശുവാണെന്നെ സൗഖ്യമാക്കിയത്. അപ്പോൾ അവന് സൗഖ്യമാകുവാൻ മനസ്സുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും ദൈവത്തിന് നമുക്ക് രക്ഷിക്കുവാൻ കഴിയും. അതിനാണ് ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിൽ നിന്നൊക്കെയും നിങ്ങളെ ഞാൻ രക്ഷിക്കും. ഞാൻ രക്ഷിക്കുവാൻ ശക്തനുമാണ്. അതിനു വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം പറയുന്നത്, അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ എന്റെ വാക്ക് കേൾക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യും. എന്തിനാണ് അന്യഭാഷ? ആരാണ് അന്യഭാഷ തന്നത്? അന്യഭാഷ തീർച്ചയായിട്ടും തന്നത് ദൈവം തന്നെയാണ്. അതാണ് യേശുവിന്റെ അമ്മയായ മറിയം ഉൾപ്പെടെ 120 പേരടങ്ങുന്ന ഒരു സംഘം മാളികമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊടിയ മുഴക്കത്തോടുകൂടി അഗ്നിനാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ ഓരോരുത്തരുടെയും മേൽ പതിഞ്ഞു. അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി എന്ന് തിരുവചനം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യരിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ദിവസമാണത്. അതാണ് പെന്തക്കോസ്ത് നാൾ. അതിന് കുറഞ്ഞ ദിവസമുണ്ട്. എന്നാൽ അന്യഭാഷ എന്തിനാണെന്ന് ചോദിച്ചെന്നാൽ അവിശ്വാസികൾ വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാണ് അന്യഭാഷ. അപ്പോൾ അന്യഭാഷ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിങ്കിൽ നിന്നാണ്. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്. കാരണം ഈ ലോകം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. നിങ്ങൾക്ക് പരിചയമുണ്ട്, ഗലീലാ കടലിൽ വലിയ കാറ്റും തിരകളും ഒക്കെ വരുമ്പോൾ അവിടെ നിങ്ങൾ മീൻ പിടിച്ചുള്ള പരിചയമുണ്ട്. എന്നാൽ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവിടെ നടക്കുന്നത് എന്താണെന്നും അവിടെയുള്ളത് എന്തൊക്കെയാണെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടും. അത് ഭയങ്കരമാണ്, അത് ഭീതിജനകമാണ്, ഭയാനകമാണ്. അതിനെയാണ് ജയിക്കേണ്ടത്. അതിനെ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അതിനാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികൾ ആകണം എന്ന്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സാക്ഷികൾ വിളിച്ചു പറഞ്ഞത് യേശുക്രിസ്തുവിനെയാണ്. പ്രത്യേകിച്ച് പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞത് യേശുക്രിസ്തുവിനെയാണ്.
കാരണം അവർ 12 പേരും യേശുവിനോട് കൂടെ ഇരുന്നവരാണ്, കൂടെ നടന്നവരാണ്, യേശുവിനെ തൊട്ടവരാണ്. യോഹന്നാൻ യേശുവിന്റെ മാറിൽ ചാരിയിരുന്നവരാണ്. അങ്ങനെ യേശുവിന്റെ ആശ്രയം ഉയർപ്പിച്ചപ്പോൾ അവരെ കൂടെ ഉണ്ടായിരുന്നു. പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകൾ മരിച്ചവളായിരുന്നു. അവളെ യേശു ഉയർപ്പിച്ചപ്പോൾ ആ കൂടെ പത്രോസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുരുടന് കാഴ്ച കൊടുത്തപ്പോൾ യേശുവിന്റെ കൂടെ ഈ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മറ്റാരും അതിനു മുമ്പും അതുവരെയും യേശു ചെയ്ത ഈ പ്രവർത്തികളൊന്നും ചെയ്ത് കണ്ടിട്ടില്ല, അവർ അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അത് കാരണമാണ് അവർ യേശുവിനെ മാത്രമേ അവർ പ്രസംഗിക്കുകയുള്ളൂ. അതാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ വിശ്വാസിയായിരുന്നു, ഭക്തനായിരുന്നു, ദൈവഭയമുള്ളവനായിരുന്നു. പക്ഷേ അദ്ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അദ്ദേഹം യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ദാനകർമ്മങ്ങളും ആ ഭക്തിയും ദൈവത്തെ ഭയമുഖയായപ്പോൾ ദൈവം ദൂതനെ അയച്ച് കൊർന്നേലിയോസിനോട് പറഞ്ഞു, നീ കടൽപ്പുറത്ത് താമസിക്കുന്ന പത്രോസ് എന്ന മറപേരുള്ള ശീമോൻ എന്ന മറപേരുള്ള പത്രോസിനെ വിളിച്ച് അവരുടെ പ്രസംഗം കേൾക്കുവാൻ. അത് കൊർന്നേലിയോസിന് വലിയ സന്തോഷമായി പോയി. കാരണം ദൈവത്തിന്റെ ദൂതൻ നേരിട്ടിറങ്ങുമെന്ന് സംസാരിച്ചതാണ്. അത് പത്രോസിനെ അറിയിച്ചു. പത്രോസ് അവിടെ വാശി പിടിച്ചു, ദൈവത്തോട് പറഞ്ഞു, കൊർന്നേലിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ ജാതീയനാണ്, യഹൂദന്മാരും ജാതികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, രണ്ടുപേരും തെറ്റുകൂടായ്മ തീണ്ടക്കൂടായ്മ എന്നൊക്കെ പറയുന്നത് പോലെയുള്ളവരാണ് യഹൂദന്മാർ. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരു കുട്ടയിറക്കി അതിൽ സകല ജീവജാലങ്ങളെയും കാണിച്ചിട്ട് പറഞ്ഞു, നീ അറുത്ത് ഭക്ഷിക്കായ ഞാൻ ശുദ്ധീകരിച്ചതിന് നീ അശുദ്ധമെന്ന് എണ്ണുന്നുവോ പത്രോസേ എന്ന് ചോദിച്ചു. പത്രോസിനല്ലാതെ മറുപടി അല്ല പറഞ്ഞത്. കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് പത്രോസ് പോവുകയായിരുന്നു. അവിടെ ചെന്ന് പത്രോസ് യേശുവിനെ പറ്റി പ്രസംഗിച്ചു. യേശു മരിച്ചതെന്തിനാണ്, അല്ലെങ്കിൽ യേശു ജനിച്ചതെന്തിനാണ്, യേശു മരിച്ചതെന്തിനാണ്, യേശുവിനെ അടക്കം ചെയ്തതെന്തിനാണ്, യേശു ഉയർച്ചെഴുന്നേറ്റതെന്തിനാണ് എന്ന് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ആയിരങ്ങൾ കൂടിയിരുന്നു. അവരോട് പ്രസംഗത്തിൽ കൂടി പറഞ്ഞപ്പോൾ അവിടെ അനേകായിരങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും അവർ സ്നാനമേൽക്കുകയും ചെയ്തു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാം അധ്യായം വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ഇവിടെ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 31-ാമത്തെ വാക്യം. അതാണ് കൊർന്നേലിയോസ്, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറയുവാൻ ഇടയായി. അപ്പോൾ നാം നല്ല പ്രവർത്തനം ചെയ്തു. കൊർന്നേലിയോസ് ചെയ്യുന്നത് ഭയങ്കര ദാനധർമ്മം ധാരാളം വാരിക്കൊടുക്കും. കൊർന്നേലിയോസ് കുറഞ്ഞ മനുഷ്യനല്ല, ഒരു പട്ടാള മേധാവിയാണ്. ആയിരക്കണക്കിന് പട്ടാളങ്ങൾ പുള്ളി പറയുന്നത് അനുസരിക്കുവാൻ നിൽക്കുന്നുണ്ട്. ആ കൊർന്നേലിയോസാണ് ദൈവത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ വാക്ക് കേട്ട്. അപ്പോൾ നമ്മൾ നല്ല ദാനധർമ്മങ്ങൾ പ്രിയമുള്ളവരെ ചെയ്തെന്നാൽ കൊർന്നേലിയോസിനെ പോലെ അവൻ രക്ഷിക്കപ്പെടാതെ നിത്യതയിൽ എത്തിച്ചേരാതെ നശിച്ചു പോകുന്നത് കാരണമാണ് കർത്താവ് പത്രോസിനെ കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ചത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ഉത്ഭവം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. നമ്മുടെ ഹൃദയത്തിൽ പ്രിയമുള്ളവരെ അതിശക്തവും ഉറച്ചതും പാറ പോലെ ബലമുള്ളതുമായ ഒരു വിശ്വാസമാണ് വേണ്ടത്. ആ വിശ്വാസം നമ്മെ രക്ഷിക്കുന്നത് എപ്പോഴാണെന്നോ, നാം വലിയ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. അപ്പോൾ ദൈവം നമുക്ക് തുണയായി വരും, ദൈവം നമ്മെ രക്ഷിക്കും. എന്നാൽ അവസ്ഥയിൽ നിന്നുകൊണ്ട് നാം വിളിച്ചാൽ ദൈവം കേൾക്കുകയില്ല. ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട്, അതാണ് ദൈവത്തിന്റെ പ്രമാണം, ആ ദൈവത്തിന്റെ കൽപ്പന. ആ കൽപ്പനകളെ നാം പ്രമാണിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ ഏത് പ്രതികൂലങ്ങളിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും ദൈവം നമ്മെ രക്ഷിക്കും. അതിന് ശക്തനാണ് ദൈവം. അതാണ് മരിച്ച് അടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി ജീവിക്കുന്ന ദൈവമെന്ന് തിരുവചനം പറയുന്നു. എബ്രായർക്ക് ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം, ക്രിസ്തു തന്റെ ഏഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളയോടും കണ്ണീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു.
അപ്പോൾ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും നാം ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് കരുണാമയനായ കർത്താവായ യേശുക്രിസ്തു നമുക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. നമ്മെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല. നാം തളർന്നു വീഴുമ്പോൾ നമ്മെ താങ്ങിയെടുക്കുന്ന ദൈവമാണവൻ. ആ യേശുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും ഈ പൈകയിലുള്ള സകല മനുഷ്യരും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും ഇവിടെ സകല ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എന്നെപ്പോഴും വസിക്കട്ടെ.